ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. നൂറ്റാണ്ടുകൾ പിന്നിട്ട പൈങ്കുളം നിവാസികളുടെ യാത്രാ ദുരിതത്തിന് അറുതിയാകുന്നു. ചെറുതുരുത്തി പൈങ്കുളം ചേലക്കര റോഡിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി പൈങ്കുളം റെയിൽവേ ഗേറ്റിന് പകരം മേൽപ്പാലം നിർമ്മിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കാൻ 13.32 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ അറിയിച്ചു. റെയിൽവേ മേൽപ്പാലത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കിയാലുടൻ നിർമ്മാണ കരാർ നൽകി പണി ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഷൊർണൂരിനും വള്ളത്തോൾ നഗറിനും ഇടയിൽ പുതിയതായി നിർമ്മിക്കുന്ന റെയിൽവേ ട്രാക്കുകൾക്ക് തടസ്സമുണ്ടാക്കാത്ത രീതിയിലാണ് മേൽപ്പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത്. 423 മീറ്ററാണ് മേൽപ്പാലത്തിന്റെ ആകെ നീളം. സാമൂഹിക ആഘാതം പരമാവധി കുറച്ചും അപകടകരമായ വളവുകൾ ഒഴിവാക്കിയുമാണ് കേരയിൽ രൂപരേഖ തയ്യാറാക്കിയത്. സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായാൽ 15 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ MP ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൈങ്കുളം റെയിൽവേ ഗേറ്റ് കടന്നുപോകാൻ ഓരോ ദിവസവും നിരവധി യാത്രക്കാർ മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ടി വന്നിരുന്നു. ഈ ദുരിതത്തിനാണ് മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ അവസാനമാകുന്നത്. ന്യൂസ് ഡെസ്ക് CCV.